എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഓരോ വീഡിയോയും പുതുമയുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള ഡൈ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമുള്ളതാണ്. അതുപോലെ മുടി പൊഴിച്ചിൽ, അകാരനര, മുടി കിളിർത്ത് വരുന്നതേ ഇല്ലാത്ത അവസ്ഥയ്ക്ക് നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡൈ, നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആരോഗ്യം പ്ലസ് സൗന്ദര്യം നമ്മുടെ ആഹാരത്തിലൂടെ നമ്മളത് പാകപ്പെടുത്തുവാണെങ്കിൽ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടുവളപ്പിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയണയില അപ്പോൾ ഒക്കെ ഉണ്ടാക്കത്തില്ല, ആ ഇലയാണ് കേട്ടോ. ഇണവയില, വയണയില, പിന്നെ വേറെ എന്തൊക്കെയോ പേരിലറിയുന്നത്. എനിക്ക് സാധാരണ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയണയില എന്നാണ് കേട്ടോ. എന്നാണ് ഈ ഒരു ഇലയ്ക്ക് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ കുമ്പളപ്പം പുഴുങ്ങുന്ന ഇല, ഇതാണ് അറിയപ്പെടുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൻ്റെ പേരെന്താണെന്ന് പറയണേ. നല്ല മണമാണ്. ഇത് അത്യാവശ്യം ഉണങ്ങിയ ഇലയാണ് കേട്ടോ. പച്ചില വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമ്മൾ നോർമൽ ഷാമ്പു ആണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കുക. നല്ലതാണ് കേട്ടോ. ഡൈ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ഷാമ്പു ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതൊക്കെ പണ്ട് കാലം മുതലേ ചെയ്യുന്ന കാര്യമാണ്. പുതുമയുള്ള ഒരു കാര്യമല്ല നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ഇല നമ്മൾ പറിച്ചുകൊണ്ട് വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് വാടിപ്പോയി കേട്ടോ. അന്നേരം പിന്നെ അതെടുത്തിട്ട് നമുക്ക് നല്ലൊരു ഡൈ തയ്യാറാക്കാമെന്ന് കരുതി. നമ്മൾ ഇതിന് മുമ്പ് പച്ച ഇല വെച്ചിട്ടൊക്കെ ഡൈ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഉണക്കി പൊടിച്ച് കുറേയേറെ കിട്ടുമ്പോൾ നമുക്കിത് ചെയ്യാം കേട്ടോ. ഗൾഫിലോട്ടൊക്കെ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രീസറിലാക്കി വെക്കുക. നമുക്ക് വൈനിലാപ്പൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇത് ബിരിയാണിക്കകത്ത് ഇട്ടാലും നല്ലൊരു ഫ്ലേവറാണ്. നല്ല മണമാണ് ഉണങ്ങിക്കഴിഞ്ഞപ്പം തന്നെ. പിന്നെ ഇത് വെച്ചിട്ട് ഡൈ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. കൊതുകിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നമ്മൾ മറ്റേ കർപ്പൂരം ഇതൊക്കെ വെച്ചിട്ടൊന്ന് കത്തിക്കുന്ന കൊതുകിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഗ്രാമ്പു എത്രത്തോളം മുടി വളർച്ചയ്ക്കും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അന്നേരം ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പൊടിക്കുമ്പം നല്ല പൊടിയായിട്ട് കിട്ടണം. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുത്തിട്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിയിട്ടിട്ട് ചൂടാറി കഴിയുമ്പോൾ പൊടിക്കുക. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ബാക്കിയുള്ളത് നമുക്ക് നേരെ ഒരു ഡപ്പയ്ക്കകത്താക്കി സൂക്ഷിച്ച് വെക്കുക. നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ വെച്ച് അടച്ചിട്ട് മാത്രം പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു വാഷറിനകത്ത് മൊത്തം അയക്കാൻ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ മിക്സിയുടെ ജാറ് ഇച്ചിരി ലിക്വിഡ് ഇട്ടിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കുമ്പോഴേ അതങ്ങ് ക്ലീൻ ആയി കിട്ടും. ഇനി നമുക്ക് ചായപാത്രത്തിനകത്ത് നമ്മുടെ കരിഞ്ജീരകം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമ്പു 3-4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് തേയിലപ്പൊടി. ഇത് മാത്രം നമ്മുടെ തലയിൽ വെള്ളമായിട്ട് കുളിക്കുന്നതിന് 1 മണിക്കൂറോ മുന്നേ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ മുടിക്ക് നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ മസാജ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷനും വർദ്ധിക്കും. നല്ലപോലെ അത് കിളിർത്ത് വരികയും ചെയ്യും. അത് നമ്മളത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്കപ്പൊടിയോ മൈലാഞ്ചിപ്പൊടിയോ നീലാമ്പരിപ്പൊടിയൊക്കെ എടുക്കുക. ഇപ്പം നമ്മൾ ഇതൊന്നും എടുക്കാതെ നെല്ലിക്കപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഇതിലേതെങ്കിലും ഒരു പൊടി എടുത്താൽ മതി. നെല്ലിക്കപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതായിട്ടുള്ള വയണയിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും പൊടിയുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് എടുത്ത് മാറ്റി വെക്കാമേ. ഇതിങ്ങനെ ഒന്ന് വറുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ വയണയില പച്ചയ്ക്ക് തന്നെ അരച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തേയിലവെള്ളമാണ് കുറച്ചുകൂടെ ബെസ്റ്റ്. തേയിലവെള്ളം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ തേയിലവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ ഇരിക്കണം. ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ ഒരു കഷ്ണം ഈ തുരുമ്പ് പിടിച്ച് എന്തെങ്കിലും സ്ലൈഡോ ആണിയോ എന്തെങ്കിലും ഇട്ടാൽ മതി. നല്ലപോലെ ഒരു ഡൈ രീതിയിലോട്ട് വരും. ഈ ഒരു ഡൈ ആണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. ഇതൊന്നും ഒന്ന് വരട്ടെ. അതൊരു രാത്രി മുഴുവനും ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അന്നേരം ഇതൊന്ന് നല്ലപോലെ കുറുകി വരട്ടെ. ഇതിൽ വേറെ ചേരുവകളൊന്നും തന്നെ ചേർത്തിട്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോർമൽ നാച്ചുറൽ ഡൈ ആണ്. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഡൈ ഒക്കെ നമ്മൾ നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടോ, അതൊന്ന് ആ ഒരു ഡൈ വറ്റി വന്നപ്പോൾ
അപ്പം തന്നെ എൻ്റെ കളർ എൻ്റെ കയ്യിൽ കണ്ടോ. ഇനിയിപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോൾ നല്ല ഈ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേ നരച്ച മുടിയുള്ള ഭാഗത്തും എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. ഇത് തലയൊട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ ഒരു പൗഡറും നെല്ലിക്കപ്പൊടിയും തേയിലവെള്ളത്തിൽ ചേർത്തിരിക്കുന്ന ഗ്രാമ്പൂ അത് നമ്മൾ പൊടിക്കാത്തതുകൊണ്ട് കരിഞ്ചീരകവും അത്രയേറെ ഗുണകരമാണ് കേട്ടോ. ഈ ഒരു കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എപ്പോഴും പറയുന്ന പോലെ നോർമലായിട്ടുള്ള നമ്മുടെ കെമിക്കൽ ഡൈയുടെ കളറല്ല, നോർമൽ മുടിയുടെ ഒരു കളറാണ് വരുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പണ്ട് കാലം മുതലേ ഈ ഒരു വയണ ഇലയുടെ വെച്ചിട്ട് നമ്മൾ ഷാമ്പു പോലെ ഉപയോഗിക്കാറുണ്ട്. താളി പോലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല, പണ്ട് കാലം മുതലേ ചെയ്യുന്നൊരു കാര്യമാണ്. അന്നേരം ഈ ഒരു ഡൈ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡൈ ആണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഒരു ഓയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പം ഈ ഒരു പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങത് ഒഴിക്കാം. നമ്മൾ തലയിൽ തേക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അല്ലെങ്കിൽ ഗ്ലിസറിൻ തേച്ച് കൊടുക്കാം. പിന്നെ ആവണക്കണ്ണയുടെ എണ്ണ ഒഴിക്കാം. അലോവേറ ജെല്ല് തേക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തലയിൽ തേക്കുന്ന കാച്ചിയ എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു ഓയിൽ രീതിയിലോ ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇവ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു ഡൈയെ നമ്മൾ ഈ ഒരു പൗഡറിനെ 2 രീതിയിൽ, നോർമലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഡൈയും സാധാരണ ഡൈ എന്ന് വെച്ചാൽ നമ്മൾ തലയിൽ തേച്ച് കഴുകിക്കളയുന്ന ആ രീതിയിലുള്ള 8 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞ അത്രയും നേരം വെക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓയിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുന്ന ഒരു ഓയിൽ. അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമ്മൾ വയണയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കരിഞ്ജീരകം, ഉലുവ, പിന്നെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലാറ്റ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലാറ്റ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നല്ലപോലെ തേയില വെള്ളവും കൂടെ ചേർത്താണ് അരച്ചിരിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം അല്ല ഒഴിച്ചേക്കുന്നത്, തേയില വെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തേയില വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച അത് ആ ഒരു മിക്സ് വയണയിലയുടെ കൂട്ടും കൂടെ ഒരു കൊഴുപ്പ് രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. വയണയില മാത്രമായിട്ട് അരച്ചിട്ട് നമുക്ക് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വയണയില മാത്രമായിട്ട് നമ്മൾ അരച്ചിട്ട് തല തേക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പ് ഒരു താളി രീതിയിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ട് കാലം മുതൽ ഇത് ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ്. പുതുമയായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനകത്ത് കുറച്ച് ചേരുവകളിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തുന്നത്. ഇത് നേരെ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലപോലെ തിളച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ റോസ്മേരി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലപോലെ തിളപ്പിച്ച് ആ ഒരു ഫ്ലാറ്റ് സീഡിൻ്റെ ജെല്ലൊക്കെ നല്ലപോലെ വന്ന് അതിൻ്റെ ആ ഒരു സത്ത്, റോസ്മേരി ലീവ്സിൻ്റെ ആ ഒരു സത്തൊക്കെ അതിനകത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ ഷാമ്പു തയ്യാറാക്കുന്നത്. തിളപ്പിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2-3-4 ദിവസത്തിന് കേടാവില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അത്ര ദിവസം ഞാൻ പറയുന്നത് നമുക്ക് അതിൽ കൂടുതൽ ദിവസം ഇരിക്കും. നമ്മൾ ഏറ്റവും നല്ലതായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6-7 ദിവസമൊക്കെ നിൽക്കും. പക്ഷേ ഞാൻ പറയുന്നത് 4 ദിവസമേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച് ഇങ്ങനെ ഒരു പത പോലെ വരും. ഫ്ലാറ്റ് സീഡും പിന്നെ ഈ ഒരു വയണയിലെ ഒരു കൊഴുപ്പ് രീതിയിലോട്ട് വരുന്നതാണല്ലോ. ഇതിനെ നമുക്ക് നേരെ അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഷാമ്പു, ഇതിൻ്റെ ഷാമ്പു തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഷാമ്പുവിന് പകുതി മാത്രം, 1 രൂപയുടെ ഷാമ്പുവിൻ്റെ പകുതി മാത്രം ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിലർക്ക് ഈ ഷാമ്പു എന്ന് പറയുമ്പോൾ നല്ലപോലെ പതയുണ്ട്, അതുകൊണ്ട് മാത്രം ഒരു പതയും ഒരു മണവും വരാനും വേണ്ടിയാണ്. റോസ്മേരി ലീവ്സിൻ്റെ ഒരു ചെറിയൊരു മണമുണ്ട്, എന്നാലും ഷാമ്പു ഇഷ്ടമുള്ളവരാണെങ്കിൽ ഷാമ്പു കൊണ്ട് തേക്കുക. നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പു റെഡിയാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അന്നേരത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കാം. എല്ലാവർക്കും അതൊരു മടിയായിരിക്കും, അന്നേരത്തിന് വേണ്ടി ഇത്രയും മെനക്കെട്ട് ചെയ്യാനും വേണ്ടി. കുറച്ചേറെ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇതുപോലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളാണ്
സിമ്പിളായിട്ട് നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പു നമുക്ക് വീട്ടിൽ തന്നെ വയണയില വെച്ചിട്ട് നമുക്ക് അപ്പം മാത്രമല്ല തയ്യാറാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വയണയിലപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ല ഗുണകരമായിട്ട് അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണല്ലോ ആ ഒരു ഇലയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് തലമുടി സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളിനി ഒരു ആഹാരമാണ്, നമ്മൾ നൂഡിൽസ് പോലുള്ളൊരു കാര്യമാണ് തയ്യാറാക്കുന്നത്. സിമ്പിളാണ്, മുടി സംരക്ഷണത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സിമ്പിൾ കാര്യം. ബട്ടർ ഇട്ട് കൊടുത്ത് മൺചട്ടിയിലാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുതുമയുള്ള വെളിരാജ്യത്തെ ഫുഡാണെങ്കിലും നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, ഇതിലൊക്കെ നമുക്ക് വെജിറ്റബിൾസിൽ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. കുറേയേറെ മുരിങ്ങയിലയാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയില കഴിക്കാൻ മിക്ക കുട്ടികൾക്കും മടിയാണ്. അന്നേരം മുരിങ്ങയില കഴിക്കാനും ക്യാരറ്റ് കഴിക്കാനൊക്കെ പറ്റിയ മാർഗ്ഗം എന്ന് വെച്ച് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ള രീതിയാണ്. സൂപ്പ് രീതിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ മുരിങ്ങയില വെച്ചിട്ട് തോരനോ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ്. പക്ഷേ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതിൻ്റെ വെള്ളവും കൂടാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ നൂഡിൽസ് അത് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നൂഡിൽസ് വേണമെന്ന് നിർബന്ധമില്ല. നൂഡിൽസ് ഇല്ലെങ്കിൽ സൂപ്പ് രീതിയിലോട്ട് പോകും. ഇതൊരു സൂപ്പ് നൂഡിൽസിലോട്ട് പോകും നമ്മൾ ഈ തയ്യാറാക്കുന്നത്. നല്ലപോലെ വയറും നിറയും, നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി നല്ല ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും നൂഡിൽസും. ഇനി ഇത് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേശം കോൺഫ്ലവർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ട് വരുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിക്കാകുമ്പോഴേ ഓഫ് ചെയ്യുക. കാരണം ഈ മൺചട്ടിയിലാകുമ്പോഴത്തേന് അത് കുറച്ചും കൂടെ തിക്കായിപ്പോവും. ആ ഒരു ചൂടിലിരുന്ന് വീണ്ടും അത് വറ്റിപ്പോവും. അന്നേരം വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന, ഏത് പ്രായക്കാർക്കും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന, എന്നാൽ മലയാളി ടേസ്റ്റിന് രുചികരമായിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടുവളപ്പിൽ മുരിങ്ങയില വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചിക്കനും നല്ല ഹെൽത്തിയാണ്. ഇത് ഒരെണ്ണം നമ്മൾ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നൂഡിൽസ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ഡൈ ഓയിൽ പോലെ കാണിച്ചിരിക്കുന്നത്, അതുപോലെ നല്ലൊരു ഷാമ്പു, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടുവളപ്പിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു 3-4 കാര്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നന്ദി, നമസ്കാരം.